ഹായ് ഗേസ്, സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹലോ, സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇതെല്ലാവർക്കും അറിയായിരിക്കും. നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഒരാൾക്ക് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഒരു 95% ഇന്റർവ്യൂസിൽ ആദ്യം വരുന്ന ചോദ്യം സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. അങ്ങനെ 2 സെറ്റ് ഓഫ് സെൽഫ് ഇൻട്രൊഡക്ഷന്റെ ചെറിയൊരു എക്സാമ്പിൾ എങ്ങനെ ചെയ്യാവുന്നത് നമുക്ക് ഇന്നത്തെ സെഷനിൽ ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ നോക്കിക്കേ, സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഐ ആം ജോൺ എന്നാണ്. എന്റെ പേര് ജോൺ. നമ്മുടെ പേരെന്താണോ അത് ആദ്യം പറയാം. എപ്പോഴും നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, എന്താണോ ഏതാ ടൈം വെച്ചാണെങ്കിൽ അത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ പറയും, നമ്മുടെ പേര് പറയാം ആദ്യം. നമ്മൾ ഒരിക്കലും സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഏജ് പറയില്ല, പേര് പറയും. പിന്നെ നമ്മുടെ സ്ഥലം പറയും. വേർ ആർ വി ഫ്രം, നമ്മൾ എവിടെയാണെന്നാണ്. ഐ ആം ഫ്രം കാലിക്കറ്റ്, നമ്മുടെ കോഴ്സ്, നമ്മൾ പഠിച്ചിട്ടുള്ള കോഴ്സാണ് നമ്മൾ പറയാം. ഐ ആം എ ഗ്രാജുവേറ്റ് ഇൻ നഴ്സിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ എമർജൻസി മെഡിസിൻ. ഞാൻ എമർജൻസി മെഡിസിനിൽ സ്പെഷ്യലൈസേഷനുള്ള നഴ്സിംഗ് ബിരുദധാരിയാണ്. എമർജൻസി മെഡിസിനും പഠിച്ചിട്ടുണ്ട്, BSc നഴ്സിംഗും ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. നമ്മൾ എന്താണോ പഠിച്ചത് അതൊക്കെ നമ്മൾ അവരെ അറിയിക്കുക. ഇനിയിപ്പോൾ നമ്മൾ വേറെ എന്താ ഒരു ഓൺലൈൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും പറയാം. അടുത്ത് നോക്കിക്കേ, ഐ ടുക്ക് മൈ MBA ഫ്രം അഴകപ്പ യൂണിവേഴ്സിറ്റി. MBA ഞാൻ ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നാണ്? അഴകപ്പ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പറയണം. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ്, ഏത് രാജ്യത്താണ്, എവിടെയാണ് പഠിച്ചത് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എല്ലാ യൂണിവേഴ്സിറ്റീസും എല്ലാ കോളേജസും എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. വളരെ ഫേമസ് ആയതിലൊക്കെ അറിയാം, പക്ഷെ നമ്മൾ പഠിച്ചത് അറിഞ്ഞോളന്നില്ല. അപ്പൊ ചുരുക്കി പറയാതെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയണം. അപ്പൊ ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, അഴകപ്പ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA പഠിച്ചിട്ടുണ്ട് എന്ന് പറയാം. MBA അത് ഏത് MBA ആണ് പഠിച്ചത് അതും പറയാം. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഏതിലാണ് എടുത്തിട്ടുള്ളത് അതും ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഞാൻ അഴകപ്പ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ്, ഐ കം ഫ്രം എ ഫാമിലി ഓഫ് 4. അവിടെ നമ്മൾ എൻ്റെ ഫാദർ ഇങ്ങനെയാണ്, എൻ്റെ ഫാദറിന്റെ പേരതാണ്, എൻ്റെ മദറിന്റെ പേരിതാണ്. അങ്ങനെ നമ്മളൊരു ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ ഒരു ഫോർമൽ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ അത്തരം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫാമിലി അത് പറയേണ്ട കാര്യമില്ല. ഫോർമലി നമ്മൾ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. ഐ ആം ഇങ്ങനെ ഇത്ര കാര്യങ്ങളൊക്കെ പറയാം. ഐ കം ഫ്രം എ ഫാമിലി ഓഫ് 4 അല്ലെങ്കിൽ ഐ ബിലോങ് ടു എ ഫാമിലി ഓഫ് 4 ഇങ്ങനെ പറയാം. ദർ ആർ 4 മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി. അങ്ങനെ അത് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ എൻ്റെ ഫാദർ പേര് ഇതാണ്, മദർ പേര് ഇതാണ്, മദർ അങ്ങനെ ചെയ്യുന്നു, അതിന്റെ ആവശ്യം അവിടെയില്ല. അടുത്തത് എന്താണ്? പിന്നെ നമുക്ക് നമ്മുടെ ഹോബീസും പറയാം. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. നമ്മുടെ ഒരു ഇംപ്രഷൻ ആവും അവിടെ നമ്മളെ ഹോബീസ്, നമുക്ക് ഇഷ്ടമുള്ളത് പറയുമ്പോൾ, നമ്മുടെ ഇഷ്ടങ്ങൾ പറയുമ്പോൾ. അതിനെങ്ങനെയാ പറഞ്ഞ നോക്കുക. ഐ ആം കീൻ ഓൺ പെയിന്റിങ് ആൻഡ് ട്രാവലിംഗ്. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഒരു എഫക്റ്റീവ് ആയിട്ട് പറയാനാണ് ഐ ആം കീൻ ഓൺ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. നമുക്ക് ഇങ്ങനെയും പറയാം, മൈ ഹോബീസ് ആർ വാച്ചിങ് TV, മൈ ഹോബീസ് ആർ റീഡിങ്, മൈ ഹോബീസ് ആർ പെയിന്റിങ് ആൻഡ് ട്രാവലിംഗ്, അതൊക്കെ പറയാം. പക്ഷെ കുറച്ചുകൂടി ഷോർട്ട് പ്രിസൈസും ആക്കിയിട്ടാണ് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുക. അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്. ഐ ആം കീൻ ഓൺ പെയിന്റിങ് ആൻഡ് ട്രാവലിംഗ്. സെൽഫ് ഇൻട്രൊഡക്ഷന്റെ അടുത്ത സെറ്റ് ഒന്ന് ശ്രദ്ധിച്ച്, അത് നമ്മൾ വളരെ ഇൻഫോർമൽ ആയിട്ട് ഇവിടെ നമ്മൾ ഹലോ വെച്ചിട്ടാണ് ഗ്രീറ്റ് ചെയ്യുന്നത്. ഹലോ വെച്ചിട്ട് പറയാം. മൈ നെയിം ഈസ് ആലിയ അല്ലെങ്കിൽ ഐ ആം ആലിയ അങ്ങനെ പറയാം. മൈ സെൽഫ് എന്ന് പറയില്ല. മൈ നെയിം ഈസ് എന്നോ അല്ലെങ്കിൽ ഐ ആം എന്നോ പറയാം. ഓക്കെ, പിന്നെ നമ്മുടെ സ്ഥലം. ഐ ആം ഫ്രം കണ്ണൂർ. ഐ ആം കമ്മിങ് ഫ്രം കണ്ണൂർ എന്ന് പറയില്ല കേട്ടോ. വന്നുകൊണ്ടിരിക്കുകയല്ലോ, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ്. ഐ ആം ഫ്രം കണ്ണൂർ. നെക്സ്റ്റ്, there are 5 members in my family. ഇവിടെ നമ്മൾ ജോബ് ഇന്റർവ്യൂ ഒന്നല്ലല്ലോ, നമ്മൾ നമ്മുടെ കുടുംബത്തിനൊക്കെ പരിചയപ്പെടുത്താം. എന്റെ ഫാമിലി ഇത്ര പേരുണ്ട് എന്നൊക്കെ. ഓക്കെ, ഇൻഫോർമൽ അല്ല. അപ്പോൾ ഇങ്ങനെ പറയാം, there are 5 members in my family. എന്റെ കുടുംബത്തിൽ 5 അംഗങ്ങളുണ്ട്. ഐ ഹാവ് 2 siblings എന്ന് പറയുന്നത് സഹോദരങ്ങളാണ്. ഓക്കെ, എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. മൈ ഫാദർ ഇസ് എ ബിസിനസ് മാൻ. എന്റെ അച്ഛൻ ഒരു ബിസിനസ്സുകാരനാണ്. മൈ മദർ ഇസ് എ ടീച്ചർ. എന്റെ അമ്മ ഒരു അധ്യാപികയാണ്. പിന്നെ നമ്മുടെ ഇൻട്രസ്റ്റുകളൊക്കെ നമുക്ക് പറയാം. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, ഞാൻ അതൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു ഇഷ്ടം പോലെ നമുക്ക് അങ്ങനെ പറയാം. ഇവിടെ എന്താണ് പറഞ്ഞത് നോക്കാം. മൈ ഹോബീസ് ആർ റീഡിംഗ് ആൻഡ് വാച്ചിങ് മൂവീസ്. എന്റെ ഹോബി വായിക്കുന്നതും സിനിമ കാണുന്നതും
ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് തന്നെ ആഡ് ചെയ്തിട്ട് ചെയ്യാം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.